ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. അവസാനം കുതിരപ്പുറത്ത് കയറിയതെന്നാ? ഒരു 2 കൊല്ലമായി കാണും. 2 കൊല്ലമായി. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ? ഷൂട്ടിങ്ങിന്റെ ഭാഗം ആരെങ്കിലും ഇത് കണക്ക് എന്നാ പിന്നെ ബീച്ചിൽ പോയി കളയാം, കുതിരപ്പുറത്തൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ പറയത്തില്ല. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ കയറുമ്പോൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതിന് മുമ്പ്? അല്ല, ഞാനൊക്കെ സാധാരണഗതിയിൽ ഈ സോങ് സീക്വൻസിലൊക്കെ നല്ല മെരുകിയ കുതിരയുടെ പുറത്താ, അല്ലാതെ മറ്റേ സാധനം ഇല്ല. ഈ സാധനം പഴശ്ശിരാജ പോലെ ഇങ്ങനെ വരുന്ന പരിപാടി ഇല്ല. അതില്ല. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യും. അത് പക്ഷേ നടൻ എന്ന രീതിയിൽ പ്രിപ്പറേഷൻ വേണം. അതിന് ശരീരം വഴങ്ങും. ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്, എന്തിനും വഴങ്ങും. ആ കോൺഫിഡൻസുമായിട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ശ്രീ മുകേഷ് വഴങ്ങുന്നത്. നിയമസഭ മാത്രമല്ല, ലോക്സഭയും തനിക്ക് വഴങ്ങും എന്നതാണ് അല്ലേ? അപ്പോൾ എന്നെ ഒന്ന് പുറത്തിറക്കണം താഴേക്ക്. ഇപ്പോൾ കയറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുറത്തിറക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തൽക്കാലം മൈക്ക് പിടിച്ചാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. അപ്പോൾ നമ്മൾ ശ്രീ മുകേഷുമായിട്ട് സംസാരിക്കുന്നു. മുകേഷിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുകേഷ് പറഞ്ഞൊരു കണക്കുണ്ട്. ആ കണക്കിൽ ഇത് NK പ്രേമേന്ദ്രൻ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. 1748 അല്ലേ, 48 കോടി എവിടെയാണെന്ന് തൊട്ട് കാണിക്കാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. സംവാദത്തിന് തയ്യാറാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് സംഭവം. അപ്പം താഴേക്ക് ഇറങ്ങാം. താങ്ക് യു. ഇവൻ്റെ പേര് ജാക്കി എന്നാണ്. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ജാക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം. അത് കഴിഞ്ഞപ്പോൾ പൊതുവേ ഒരു ലെഫ്റ്റ് ലീനിയേജ് ഉണ്ടോ എന്നൊരു സംശയം ജാക്കിക്ക് ഈ മണ്ഡലത്തിലെത്തുമ്പോൾ. എങ്ങനെ മണ്ഡലത്തിൻ്റെ സ്വഭാവം? ഇടത്തോട്ടാണോ? ശരിയായിട്ടുള്ള പക്ഷം, അതിന് നിങ്ങൾ ഇടതെന്ന് വേണമെങ്കിൽ പറയാം. ശരിപക്ഷം, ജനപക്ഷം അതായിരിക്കും ഈ തവണ വരാൻ പോകുന്നത് അല്ലേ? ഇത്തവണ അല്ല, അത് കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നിയമസഭ വരുമ്പോൾ ഇടത്തോട്ട് തിരിയും, പാർലമെന്റ് വരുമ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം പോകും. അല്ല, അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് തന്നെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഒരുപാട് മന്ത്രിമാർ ഇവിടെ റെഡിയായി നിന്നു കേന്ദ്രത്തിൽ. അതെല്ലാം നമ്മൾ കണ്ടാന്നല്ലോ. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ട്രെൻഡ് വന്നു, ഫോൾസ് ട്രെൻഡാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പശ്ചാത്തപിക്കുകയും കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ഈ 5 കൊല്ലം. അതിനുശേഷം തെറ്റുപറ്റിപ്പോയി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു ഫാൾസ് ഇംപ്രഷൻ ആയിരുന്നു ഒരു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. നമുക്ക് നടക്കാം. അപ്പം രാവിലെ എങ്ങനെ പൊതുവെ എക്സസൈസ് ഉണ്ടോ? ഇപ്പം ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ പൊതുവെ നല്ല ഈ ഫിറ്റ് ആയിരിക്കുന്നവരാണ്. കുറെ നാള് യോഗ ചെയ്യും, കുറെ നാള് ജിമ്മിൽ പോവും, കുറച്ചാൾ നടക്കും. അപ്പൊ ഞാൻ മസ്കുലർ അല്ല. മസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത റോളുകളും എന്നെ തേടി വരുന്ന റോളുകളും ഒക്കെ ദുഃഖിതനായ ചെറുപ്പക്കാരൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ, നിരാശരായ അവസാനം നന്നാവും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട ജീവിതമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതെ, സൽമാൻ ഖാനായിട്ട് നിങ്ങളുടെ മലപ്പുറം മഹാനായ ജോജിയെ അഭിനയിച്ചാൽ എന്തായിരിക്കും അവസ്ഥയിലെ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇരിക്കാം. ശ്രീ മുകേഷ് വെള്ളിത്തിരയിൽ അഭിനയിച്ച ഒട്ടേറെ സിനിമകൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മളെ പല നടപടികളും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കൊല്ലം മണ്ഡലത്തിൻ്റെ വികസനമാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിലേറ്റവും വിവാദമായി ഇപ്പോൾ നിൽക്കുന്നത് 1748 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ്. NK പ്രേമേന്ദ്രൻ പറഞ്ഞത് ആ പദ്ധതിയിൽ പലതും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 400 കോടി എങ്ങാണ്ട് ഇന്നലെയോ മെനഞ്ഞാന്നോ ആണ് താങ്കൾ സർക്കാർ അനുവദിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കണക്കാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ശരിയാണോ? അല്ല, ഈ ഇലക്ഷന് മുമ്പ് തന്നെ പഠിച്ചു തീരുവോ അദ്ദേഹം? അങ്ങനെയാണ് ഒരു സന്തോഷം ഉണ്ടായത്. ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ പണ്ടത്തെ പോലെയല്ല. ആരോഗ്യത്തിന് മലയാളികൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിറ്റായിരിക്കുക എന്ന് പറയുന്നത്, പണ്ട് ഞാനൊരു സിനിമയിൽ തന്നെ ഒരു രംഗം അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രാമത്തിൽ കൂടെ ഓടുകയാണ്. ജോഗ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പുറകെ ഓടുകയാണ്. എവിടെ കള്ളൻ എവിടെ? അതായത് കള്ളനെ പിടിക്കാൻ മാത്രമേ ഇവർ ഓടിയിട്ടുള്ളൂ. ഈ വകുപ്പൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊരു ഉൾട്ട അടിച്ചിട്ട് ഭയങ്കരമായ വിപ്ലവകരമായ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും എക്സർസൈസ് ചെയ്യും, നടക്കും, ഓടും. ഇപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ എത്ര പേരാണ് ഇവിടെ. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു പബ്ലിക്കാണ് വാക്കിംഗ്. അതെ, 10 മണി വരെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 7-8 മണിയാകുമ്പോൾ കയറി പോകുമെങ്കിലും 10 മണി വരെ ആൾക്കാർ നടക്കും. വൈകുന്നേരം ഉണ്ട്. 75 ലക്ഷം രൂപ മുടക്കി ആദ്യത്തെ ടേമിൽ തന്നെ ഫസ്റ്റ് പ്രിഫറൻസിലുള്ളതാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ചികിത്സ. അപ്പൊ ഇത് 75. ഇപ്പൊ ഇത് ആശ്രാമം മൈതാനമാണ്. എൻ്റെ കൊല്ലം മണ്ഡലത്തിന്റെ ഹൃദയമാണ്. കാര്യം ഇതേ കണക്കൊരു മൈതാനം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. കാര്യം അത് ആ തരത്തിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതിന് 75 ലക്ഷം രൂപ മുടക്കി ഈ വാക്കിംഗ് ട്രാക്ക് ഉണ്ടാക്കി, ജോഗിംഗ് ട്രാക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എത്രയോ പേർക്കാണ് ഗുണകരം. തൊട്ടപ്പുറത്ത് നീലാംബരി. അതെ, നീലാംബരി. ഇതിന്റെ ചുറ്റിലുള്ളവ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഒരു
ശരിക്കും പറഞ്ഞാൽ ഒരു 7000 ആൾക്കാർക്ക് കാണത്തക്ക തരത്തിൽ പെർഫോമൻസ് കാണത്തക്ക തരത്തിൽ ഉള്ള ഒരു സംഭവം. അതിനപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്കുണ്ട്. ആ ചിൽഡ്രൻസ് പാർക്കിൽ ഇപ്പം വിദേശികൾക്ക് വന്നാൽ പോലുമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയ അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇവിടുന്ന് നോക്കിയാൽ കാണാം കുമാരനാശാൻ പുനർജനി പാർക്ക് കം ഓഡിറ്റോറിയമാണ്. ശ്രീനാരായണ ഗുരു അതിനൊക്കെ വരട്ടെ, തൊട്ട് കാണിക്കണ്ടേ? പക്ഷെ എൻ്റെ അടുത്ത് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തൊട്ട് കാണിക്കണമെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ ഇത് കണ്ടറിയാം എന്നാണ്. കണ്ടറിയാം, പുള്ളി അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ അത് നിയമസഭയിൽ ഞാൻ പറഞ്ഞു, കുമാരനാശാൻ അദ്ദേഹം നൂറ്റാണ്ടുകൾ കൂടി സംഭവിക്കുന്ന ജീനിയസാണ്. അദ്ദേഹം ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് അവസാനത്തെ യാത്ര അങ്ങോട്ട് പോയത്, പന്മനയൂർ. അപ്പോൾ അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ട് ഒരു കുമാരനാശാൻ പുനർജനി പാർക്ക് ഇവിടെ ഉണ്ടായി. ഉടനെ ലാസ്റ്റ് ഘട്ടങ്ങളാണ്. തൊട്ടപ്പുറത്ത് 50 ലക്ഷം രൂപ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ഒരു കാലഘട്ടത്തിൽ കലയുടെ ഹബ്ബായിരുന്നു. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമും ബുക്ക് ചെയ്യാനുള്ള സാഹചര്യം കൊല്ലത്ത് മാത്രം ഉണ്ടായിരുന്നു. ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും, നേരെ പോകും, ബുക്ക് ചെയ്യുക, കഥാപ്രസംഗം, ഗാനമേള, ബാല എല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു തിരിച്ച് നമ്മൾ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് കൊല്ലത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു ഹബ്ബാകാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 1940 പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സമയം തരും. അല്ല, ഞാൻ പറയുന്നു, അങ്ങനെ അദ്ദേഹം വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ഡേവിഡ് കോപ്പർഫീൽഡ്, ലോക പ്രശസ്ത മജീഷ്യനാണ്. ഇങ്ങനെ പ്ലെയിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകും. അങ്ങനെ എൻ്റെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ആദ്യം മായ്ച്ചു കളയണം ഡേവിഡ് കോപ്പർഫീൽഡ്. അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, തൊട്ട് നോക്കാവുന്ന രീതിയിലാണ്, കണ്ടറിയാമെന്നല്ല. ഇപ്പോഴും പറയുന്നു, നേരിട്ട് പോയി തൊട്ട് കണ്ടറിയാവുന്ന വികസനമാണ് കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കരുത്ത്. ഈ കോൺഫിഡൻസും അത് തന്നെയാണ്.